ലിപിയില്ലാത്ത ഓസ്യത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് 30 വർഷം പഴക്കമുള്ള ഒരു മുറിവാണ്. ചില സത്യങ്ങൾ അങ്ങനെയാണ്. അവ എത്ര മൂടിവെച്ചാലും ചാരത്തിനിടയിലെ കനൽ പോലെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. കേരള തമിഴ്നാട് അതിർത്തിയിലെ ആ മൂടൽമഞ്ഞുള്ള മലനിരകളിലേക്ക്. അവിടെ 30 വർഷം മുൻപ് കത്തിനശിച്ച് സെൻറ്റ് മേരീസ് അനാഥാലയത്തിൻ്റെ കരിപിടിച്ച ചുവരുകൾക്ക് മുൻപിൽ ഒരാൾ നിൽക്കുന്നു. ആര്യൻ എന്നാണ് അയാളുടെ പേര്. ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന ഔദ്യോഗിക വിലാസത്തിന് പിന്നിൽ അയാൾ തിരയുന്നത് തൻ്റെ നഷ്ടപ്പെട്ട ബാല്യത്തെയാണ്. ആര്യൻ മെല്ലെ ആ മണ്ണിലേക്ക് കൈമുട്ടിച്ചു. താൻ ജനിച്ചു വളർന്ന ഇടയിടം. അവിടെ സിസ്റ്റർ മരിയയുടെ പ്രാർത്ഥനകൾക്ക് പകരം ഇന്ന് കേൾക്കുന്നത് ചീവീടുകളുടെ കരച്ചിൽ മാത്രം. അപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ രൂപം സാവധാനം നടന്നു വന്നു. അത് ദാസായിരുന്നു. കാഴ്ചശക്തി മങ്ങിയ ഈ ഗ്രാമത്തിലെ ഓരോ സ്പന്ദനവും അറിയാവുന്ന ഒരു പഴയ ഫോട്ടോഗ്രാഫർ ദാസ് ചോദിച്ചു, ആരാണവിടെ? ഈ പഴയ അവശിഷ്ടങ്ങൾക്കിടയിൽ ചാരമല്ലാതെ ഇനി ഒന്നും ബാക്കിയില്ല സാറേ. അല്പസമയത്തെ തിരച്ചിലിനൊടുവിൽ താൻ തേടി വന്ന ആ പെട്ടി ആര്യൻ കണ്ടെത്തുന്നു. ദാസിനറിയില്ലായിരുന്നു ആ ചാരത്തിനുള്ളിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു എന്ന്. സിസ്റ്റർ മരിയ തൻ്റെ ജീവന് നൽകി സംരക്ഷിച്ച ഒരു പെട്ടി. കഥ മുന്നോട്ട് നീങ്ങുമ്പോൾ ആര്യൻ ഡോക്ടർ മീരയെ കാണുന്നു. അവൾ ആ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട 3 കുട്ടികളിൽ ഒരാളായിരുന്നു. അവൾ നൽകിയ വിവരങ്ങൾ ആര്യനെ ഞെട്ടിച്ചു. തൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അന്ന് മരിച്ചുവെന്ന് കരുതിയ കുട്ടികളുടെ ഗ്രൂപ്പും ഒന്നാണ്. അപ്പോൾ ആര്യൻ ആരാണ്? ഗ്രാമത്തിലെ പ്രമുഖനായ ജോസഫ് ആര്യനെ തടഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. ആ പെട്ടിയിൽ സ്വർണമാണെന്ന് ജോസഫ് വിശ്വസിച്ചു. പക്ഷേ ആ പെട്ടി തുറക്കാൻ ഒരു രഹസ്യ കോഡ് വേണമായിരുന്നു. ആ കോഡ് ഒരു നമ്പറല്ലായിരുന്നു, അതൊരു ശബ്ദമായിരുന്നു. ഒരു രാത്രിയിൽ പള്ളിയിലെ പഴയ മണി ആര്യൻ നന്നാക്കി. ആ മണി മുഴങ്ങിയപ്പോൾ ദാസ് തൻ്റെ തനിനിറം പുറത്തെടുത്തു. കാഴ്ചശക്തി കുറവാണെന്ന് അഭിനയിച്ച ദാസ് 30 വർഷം മുൻപ് സ്വർണത്തിനു വേണ്ടി ആ അനാഥാലയത്തിന് തീയിട്ട കൊലയാളിയായിരുന്നു. അയാൾ ആ മണിമുഴക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദാസ് ആവേശം അടക്കാനാവാതെ ആ പെട്ടി തുറന്നു. അയാൾ ഞെട്ടിപ്പോയി. അയാൾ ദേഷ്യവും വിഷമവും കൊണ്ട് അലറി. ആ ആക്രോശം എല്ലായിടത്തും മുഴങ്ങി. അതിൽ സ്വർണമില്ലായിരുന്നു. അതിലുണ്ടായിരുന്നത് വെറും കടലാസുകളായിരുന്നു. ആ ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ. ആര്യൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു സർട്ടിഫിക്കറ്റ് ഉയർത്തിപ്പിടിച്ചു. അതിൽ എഴുതിയിരുന്ന പേര് അവനെ തളർത്തിക്കളഞ്ഞു. അവൻ ജോസഫിൻ്റെ മകനാണ്. സ്വന്തം അച്ഛൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിസ്റ്റർ മരിയ അവനെ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. ആ പെട്ടിയിലുണ്ടായിരുന്നത് സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ള സത്യമായിരുന്നു. ദാസ് തൻ്റെ ഭ്രാന്തമായ ദേഷ്യത്തിൽ ആ പെട്ടിക്ക് തീയിട്ടു. 30 വർഷം മുൻപ് അയാൾ തുടങ്ങിയ ആ തീ ഇന്ന് അയാളെ തന്നെ വിഴുങ്ങി. ആര്യനും മീരയും ആ കത്തുന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി. അവസാനം ആ മഞ്ഞുമൂടിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ജോസഫ് വിലങ്ങണിഞ്ഞു. ആര്യൻ തൻ്റെ കയ്യിലിരുന്ന ആ പാതി കരിഞ്ഞ കടലാസിലേക്ക് നോക്കി. താൻ ആരാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ ആ സത്യത്തിൻ്റെ ഭാരം അവനെ തളർത്തിയിരുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് ലിപിയില്ലാത്ത ഓസ്യത്ത്. ചിലപ്പോൾ സത്യങ്ങൾ നമ്മെ മുറിപ്പെടുത്തും, പക്ഷേ അവയ്ക്ക് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയൂ.